ഹലോ, വെൽക്കം ബാക്ക്. അനുസിമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കിടിലൻ കോംബോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. മസാല ഷവായും അതിന്റെ കൂടെ തന്നെ പീത്ത ബ്രെഡാണ് ആക്കണത്. ഇത് കുബൂസ് തന്നെയാണ്, പക്ഷെ കുറച്ച് തടിയിൽ ഉണ്ടാക്കണതാ. മസാല ഷവായ കുക്കറിലാണ് ഉണ്ടാക്കണത്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കണെന്നുള്ളത് നോക്കാം. രണ്ടും കൂടി അടിപൊളി തന്നെയാണ് കേട്ടോ. ഒരു പ്രാവശ്യം എന്തായാലും ഉണ്ടാക്കി വെക്കേണ്ട റെസിപ്പിയാ. ആദ്യം നമുക്ക് ഷവായ ഉണ്ടാക്കാം. മസാല ഷവായ കുറച്ചും കൂടി ഗ്രേവി എല്ലാം ആയിട്ടുള്ള ഷവായ ആണ് ഇട്ടത്. ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് എരിവുള്ള മുളകാണ് എടുത്തത്. ഒരു 10 എടുത്തിട്ടുണ്ട്. പക്ഷെ ഈ മുളകിനെക്കാട്ടി നല്ലത് കാശ്മീരി ചില്ലി ഇല്ലേ, അതുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അതാണെങ്കിൽ ഒരു 15 എടുത്തോ, അതാവുമ്പോൾ കുറച്ചും കൂടി കളർ കിട്ടും. എന്നിട്ട് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുഴുവൻമല്ലി ഇല്ലേ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടി നല്ല ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. ഇനി മുഴുവൻമല്ലി ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുത്താലും മതി. അപ്പം അത് എപ്പോഴും ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി, ഈ വലിപ്പത്തിൽ ഒരു ഇഞ്ചി, 5-8 അല്ലി വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, ഒരു മീഡിയം സൈസ് സബോള, മല്ലിയില, പിന്നെ ചെറിയുള്ളി. ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ കുറച്ച് ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. സബോളയ്ക്ക് പകരം മൊത്തത്തിൽ ചെറിയുള്ളി എടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ വീതം കുരുമുളകും ഗരം മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടിയും ഈ ഒരു സമയത്താണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഒരു 10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേനും ഈ മുളകും മല്ലിയും സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അരച്ചെടുക്കുമ്പോൾ നല്ല എളുപ്പത്തിൽ അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുന്നത്. ഇനി ഇതിൽ വെള്ളം വാർത്തളഞ്ഞിട്ട് ഈ മുളകും മല്ലിയും എല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തക്കാളിന്ന് മുള്ളിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നോളും. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ചെറിയ തരിതരിപ്പൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോ 1 കിലോ ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഏറ്റവും നല്ലത് ഏറ്റവും ചെറിയ ചിക്കൻ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. കാരണം ഷവായ നല്ല സോഫ്റ്റ് ആയിട്ടല്ല ഉണ്ടാവുക. അപ്പൊ 2 കിലോ ഉള്ള ചിക്കൻ എടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെ വേവിച്ചാലും അത് ഹാർഡായിരിക്കും. അപ്പൊ എത്ര ചെറിയ ചിക്കൻ കിട്ടുന്നോ അത്രയും ചെറുതാണ് നല്ലത്. 1 കിലോ ചിക്കനൊക്കെ കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. അപ്പൊ ഞാനിപ്പോൾ സ്കിന്നുള്ളതാണ് എടുത്തിട്ടുള്ളത്. സ്കിന്നില്ലാത്തതും വെച്ച് ചെയ്യാം. അപ്പൊ ഞാനിത് നല്ലോണം ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ബ്രസ്റ്റിന്റെ ഭാഗമൊക്കെ നല്ലോണം മീറ്റുള്ള ഭാഗം, അപ്പൊ അവിടെയൊക്കെ നല്ലോണം ആഴത്തിൽ തന്നെ കുത്തിവെച്ച് കൊടുക്കണം. എന്നാലാണ് ഇതിൽ നന്നായി മസാല പിടിക്കും, പെട്ടെന്ന് വെന്ത് കിട്ടുകയൊക്കെ ചെയ്യുള്ളൂ. ഇനി നമ്മൾ ഉണ്ടാക്കിയ മസാല ഉണ്ടല്ലോ, അത് ഈ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതില്ലേ നോർമൽ ഷവായിനെക്കാട്ടിയും ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിന്റെ ആ ഒരു മസാലയും ഗ്രേവിയും കൂടി ഒക്കെ വരുമ്പോൾ. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു മുഴുവൻ ചിക്കനേക്കുള്ള ഉപ്പല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ നിറയെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറുനാരങ്ങയുടെ നീരും, ഞാനിപ്പോൾ പകുതി ചെറുനാരങ്ങയുടെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ല വലിപ്പമുള്ളതായത് കൊണ്ടാണ് പകുതി ചേർത്തത്. ഇതെല്ലാം കൂടി മസാല നന്നായി തേച്ച് പിടിപ്പിക്കുക, ചിക്കനിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക. പിന്നെ ഇത് മുഴുവൻ ചിക്കൻ ആയതുകൊണ്ട് കുത്തി കൊടുക്കാനായിട്ട് മറക്കരുത്. ഒന്നെങ്കിൽ വരഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ കുത്തി കൊടുക്കുക. വരയുന്നതിനെക്കാട്ടി നല്ലത് നല്ല ആഴത്തിൽ വെച്ച് കുത്തുന്നതായിരിക്കും. എന്നാൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും. ഇനിയിപ്പോൾ ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ രാവിലത്തേക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ തലേന്ന് രാത്രി മസാല ആക്കി വെക്കുക. രാത്രിക്കാണെങ്കിൽ രാവിലെ മസാല ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. അത് ഏറ്റവും അടിപൊളിയായിരിക്കും കേട്ടോ. മസാല നല്ലോണം പിടിച്ച് കിട്ടുകയും ചെയ്യും. ഞാനിപ്പോൾ 1 മണിക്കൂർ മാത്രമേ വെച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കൂടുതൽ വെക്കാം. ഇപ്പോൾ ഇത് കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കാനായിട്ട് പോണത്. കുക്കറിലല്ലാതെയും വേവിച്ചെടുക്കാം കേട്ടോ. കുക്കറിലാകുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് വെന്ത് കിട്ടും. അപ്പോൾ ഈ വേവിക്കുന്ന സമയത്തൊന്നും ഓയിൽ യൂസ് ആക്കുന്നില്ല. ആദ്യം സ്റ്റവ് ഓൺ ചെയ്തിട്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള മസാല മൊത്തം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അടുക്കി പിടിക്കാതിരിക്കാൻ ആദ്യം തന്നെ ഫ്ലെയിം കൂട്ടി വെക്കാതിരുന്നാൽ മതി. കുക്കർ എപ്പോഴും ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നാൽ കുറച്ച് കഴിഞ്ഞ് ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി അടുക്കി പിടിക്കില്ല. മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ ആക്കിയാൽ മതി. എന്നിട്ട് ആ പ്രഷറെല്ലാം പോയതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ചിക്കൻ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ അത് കുറച്ച് വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്ത ഗ്രേവി കുറച്ച് ലൂസായിട്ടുണ്ട്. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞാൽ വറ്റിച്ചെടുക്കും. ഇനിയൊരു പാത്രത്തിൽ കുറച്ച് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏതാണെന്ന് വെച്ചെടുക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 2 ഭാഗവും ജസ്റ്റ് ഒന്ന് കളർ മാറ്റിച്ച് എടുത്താൽ മതി. നല്ലോണം ഭയങ്കരമായിട്ട് അങ്ങനെ ഓവറായിട്ടൊന്നും ഫ്രൈ ചെയ്യൊന്നും വേണ്ട. കാര്യം ഓൾറെഡി കുക്ക് ചെയ്തതല്ലേ. അപ്പോൾ 2 ഭാഗം ഒന്ന് കളർ മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ആ സെയിം ഓയിലേക്ക് തന്നെ ഓയിൽ കുറഞ്ഞു പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മസാല ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം. കുറച്ച് ലൂസായിട്ടാണുള്ളത്. അപ്പോൾ ഇതേപോലെ ഒന്ന് തിക്ക് ഗ്രേവി ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ ഓയിലൊക്കെ ഒഴിച്ച് കുക്ക് ചെയ്യുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ഒരു 3-4 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടിക്കോളും. ഇനി ഒരു പ്ലേറ്റിലേക്ക് ഇതേപോലെ കുറച്ച് മസാല വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള മസാല ചിക്കൻ്റെ മുകളിലൂടെ ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി.
അപ്പോൾ അത് നമ്മുടെ മസാല ഷവായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന അതേ ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും. ഇതപ്പോൾ മസ്റ്റ് ട്രൈ തന്നെയാണ്. ഇതിൻ്റെ കൂടെ ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ട അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൈപ്പ് റൊട്ടീസൊക്കെ അടിപൊളിയായിട്ട് മാച്ച് ആവും. ഞാനപ്പോൾ ഇതിൻ്റെ കൂടെ പീത്ത ബ്രെഡാണ് കേട്ടോ ആക്കണത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടി ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അതിനായിട്ടൊരു ബൗളിലേക്ക് 2.5 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഇത്രയും മൈദ കൊണ്ട് നമുക്കൊരു 12 പീത്ത ബ്രെഡൊക്കെയാണ് ഉണ്ടാക്കാൻ പറ്റണത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റ് ആണ്. അപ്പോൾ ഇത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ്, അതുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഈസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ആദ്യം ഒന്ന് മിക്സ് ആക്കി എടുക്കണം. എന്നിട്ട് വേണം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കാനായിട്ട്. കുബൂസും പീത്ത ബ്രെഡും ഏകദേശം സെയിം തന്നെയാണ് കേട്ടോ. ഇനി ഇത് കുഴച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ 1 കപ്പ് ഇളം ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. 2.5 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് ഇളം ചൂടുവെള്ളം കറക്റ്റാണ്. അപ്പം ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ബൗളിൽ നിന്ന് മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ, ഇതിന് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ കുഴച്ചെടുക്കണം. കയ്യുമ്മൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടാവും ഈ മാവ്. അപ്പോൾ നമ്മൾ കൈ ഒന്ന് കഴുകിയിട്ട് ഒന്ന് ഉണക്കിയെടുത്താൽ മതി. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കില്ല. അതല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൈമലാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് കുഴച്ചെടുത്താലും മതി. ഒട്ടിപ്പിടിക്കേണ്ടെന്ന് വിചാരിച്ച് ഒരുപാട് പൊടി ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ കുബൂസ് നല്ല സോഫ്റ്റ് ആവില്ല, ഹാർഡായി പോവും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കുഴക്കുന്ന സമയത്ത് അധികം പൊടി യൂസ് ആക്കാതെ വേണം കുഴച്ചെടുക്കാനായിട്ട്. നല്ലോണം കുഴച്ച് സോഫ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ബൗളിലേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ട് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടി കുറച്ചൊരു ഓയിലും കൂടി മേലേക്ക് ആക്കിയിട്ട് ഇത് പൊങ്ങി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഈസ്റ്റ് ഒന്ന് ആക്റ്റീവായിട്ട് പൊങ്ങി വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. ഒരു 2 മണിക്കൂറൊക്കെ വേണ്ടി വരും. തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ കുറച്ചും കൂടി അധികം സമയം വേണ്ടി വരും. അപ്പോൾ ഇത് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവ് ഇത് ഇപ്പോൾ നല്ലോണം പൊങ്ങി വന്നിട്ട് ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇനി മാവ് നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിൽ എയർ ബബിൾസ് ഒക്കെ കളഞ്ഞ് നല്ലോണം കുഴച്ചെടുത്തതിന് ശേഷം ഇനി ഇതിനെ ഓരോ ബോൾസ് ആക്കി മാറ്റാം. ഇത് കുറച്ച് കട്ടിയിൽ വേണമെങ്കിലും ഉണ്ടാക്കും, അല്ലെങ്കിൽ നല്ല തിന്നായിട്ട് ഉണ്ടാക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കിയ ഒരു മാവ് കൊണ്ട് ഏകദേശം ഒരു 12 എണ്ണമൊക്കെയാണ് ഉണ്ടാക്കാനായിട്ട് പറ്റുക. അതിപ്പോൾ നല്ല കട്ടിയിലാണെങ്കിലും തിന്നായിട്ടാണെങ്കിലും സെയിം തന്നെയായിരിക്കും. കാര്യം ഞാൻ കട്ടിയിലാണ് ഉണ്ടാക്കിയതെങ്കിലും ചെറിയ സൈസാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ ചെറിയ സൈസ് ഉണ്ടാക്കുമ്പോഴും മീഡിയം സൈസ് ഉണ്ടാക്കിയാലും 12 എണ്ണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ആൾക്കാരെ എണ്ണം പോലെ നേരെ ഡബിളാക്കി എടുത്ത് കൂടുതൽ കുബൂസ് എല്ലാം ആവശ്യമുള്ളവരാണെങ്കിൽ ഞാനിപ്പോൾ കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തും കൂടി എടുക്കുന്നുണ്ട്. ഇതൊന്നും നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ കുറച്ച് തടിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇങ്ങനെ ആകുമ്പോൾ നല്ല രസം ഉണ്ടാവും കാണാനായിട്ട്. കുഞ്ഞിയായിട്ട് നല്ല തടിയുള്ള കുബൂസ് കാണാൻ നല്ല രസമായിരിക്കും. അങ്ങനെ ഞാനിത് ഒരു 3-4 എണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള മാവ് അടച്ചു വെക്കാൻ തന്നെ നോക്കണേ, അല്ലെങ്കിൽ ഡ്രൈ ആയി പോവും. നമ്മൾ ഏത് റൊട്ടീസ് ഉണ്ടാക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ പരത്തുന്നതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള മാവ് അടച്ചു വെച്ചാൽ ഡ്രൈ ആയി പോവാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഈ കുബൂസ് ചുട്ടെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചുടാനായിട്ട്. ഭയങ്കരമായിട്ട് കൂട്ടി വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് പാടുള്ളൂ. 1-2 പ്രാവശ്യം അപ്പുറം ഇപ്പുറം ഇങ്ങനെ തിരിച്ചിടുമ്പോൾ തന്നെ ഇത് നല്ലോണം ഇങ്ങനെ പൊങ്ങി വരാനായിട്ട് തുടങ്ങും ട്ടാ. ഇത് കണ്ട നല്ലോണം പൊങ്ങി കുക്കായി വരും, പെട്ടെന്ന് തന്നെ കുക്കാവും എല്ലാം ചെയ്യും. ഒരു 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ മതി. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി മൊത്തത്തിൽ ചുട്ടെടുക്കുക. അപ്പോൾ ഇത് രണ്ടും അടിപൊളിയാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പീസാണ്. കാണുമ്പോൾ തന്നെ നല്ല അട്രാക്ഷനാണ്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ബ്രെഡൊക്കെ പോലെ തന്നെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ടാവും ട്ടാ. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം മയോണൈസൊക്കെ ഉണ്ടാക്കാം ട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അപ്പോൾ പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.